വൃക്ക രോഗികളുടെ എണ്ണം ദിവസം കൂടുന്തോറും കൂടിക്കൊണ്ടേ വരികയാണ്. നമ്മുടെ ശരീരത്തിന് ആവശ്യമായിട്ടുള്ള വെള്ളം കുടിക്കാതെ വരുമ്പോൾ തീർച്ചയായിട്ടും അതിൻ്റെ ആ ഒരു യൂറിൻ്റെ നിറം വ്യത്യാസം വരുന്നത് നമുക്ക് തന്നെ കാണാം. ഡാർക്ക് യെല്ലോ കളറിലായിരിക്കും. അപ്പോൾ ക്രിയാറ്റിൻ ലെവൽ കൂടിക്കണ്ടു വന്നാൽ തന്നെ അതിൻ്റെ അർത്ഥം നമ്മുടെ ശരീരത്തിലെ കിഡ്നി പ്രോപ്പറായിട്ട് വൃക്കകൾ പ്രോപ്പറായിട്ട് വർക്കാവുന്നില്ല എന്ന് തന്നെയാണ്. പെയിൻ കില്ലേഴ്സ് അമിതമായിട്ട് എടുക്കാണ്ടിരിക്കുക. മൂത്രം കടുത്ത മഞ്ഞ നിറത്തിലാണ് പോകുന്നത് എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കിഡ്നി തകരാറിലാണ് എന്നുള്ളതിൻ്റെ ലക്ഷണം തന്നെയാണത്. വൃക്ക രോഗികളുടെ എണ്ണം ദിവസം കൂടുന്തോറും കൂടിക്കൊണ്ടേ വരികയാണ്. അപ്പോൾ ഈ കിഡ്നി ഫെയിലിയർ നമുക്ക് തുടക്കത്തിൽ തന്നെ തിരിച്ചറിയാൻ പറ്റുമോ? അങ്ങനെ തുടക്കത്തിൽ തന്നെ തിരിച്ചറിയുകയാണെങ്കിൽ നമുക്ക് ഇത്രയും സിവിയർ ആകാതെ അത് മാറ്റിയെടുക്കാനായിട്ട് പറ്റുമോ? അതല്ല, ഇനി കിഡ്നിയുടെ ഫങ്ഷൻ മെല്ലെ നഷ്ടപ്പെടാനായിട്ട് തുടങ്ങി, ഇനി എന്തൊക്കെ ഭക്ഷണങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത്? എന്തൊക്കെയാണ് നമ്മുടെ ശരീരം ആദ്യം കാണിച്ചു തരുന്ന ലക്ഷണങ്ങൾ? നമ്മുടെ കിഡ്നി തകരാറിലാണ് എന്നുള്ളതിൻ്റെ അടയാളമായിട്ട് കാണിച്ചു തരുന്ന ലക്ഷണങ്ങൾ എന്തൊക്കെയാണ് എന്നതിനെക്കുറിച്ചാണ് ഇന്നത്തെ എൻ്റെ ടോക്ക്. ഇത് നിങ്ങളുടെ ഡോക്ടർ ജുമാന ഹസീനേജി, ഡോക്ടർ ജുമാനാസ് ഹോമിയോ കെയർ, വള്ളിയോട്, പാലക്കാട്. ദിവസം കൂടുന്തോറും കിഡ്നി രോഗമുള്ളവർ, അതായത് വൃക്ക രോഗമുള്ളവർ, ക്രോണിക് കിഡ്നി ഡിസീസ് ഉള്ളവർ ഒരുപാടായി വർദ്ധിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതിൻ്റെ പ്രധാന കാരണം എന്ന് പറയുന്നത് ആദ്യത്തേത് ഷുഗർ കൺട്രോളിലല്ലാതാവുമ്പോൾ ഡയബറ്റിക് നെഫ്രോപ്പതി എന്ന് പറയുന്ന കണ്ടീഷൻ. പലരും ഷുഗറിൻ്റെ ആ ഒരു ഇനീഷ്യൽ സ്റ്റേജിൽ തന്നെ പ്രമേഹം ഉണ്ടോ ഇല്ലയോ എന്നുള്ളത് അവർ ടെസ്റ്റ് ചെയ്ത് തിരിച്ചറിയുന്നില്ല. കുറേ സിവിയറായിട്ട് ചിലപ്പോൾ മൂത്രത്തിൽ പത കാണപ്പെടുക, അല്ലെങ്കിൽ മൂത്രത്തിൽ എന്തെങ്കിലും ഇൻഫെക്ഷൻ ഉണ്ടാവും. ഇങ്ങനെയുള്ള ടൈമിലൊക്കെയാണ് ഒരു ചെക്കപ്പ് ചെയ്യുന്നതും അത് ഷുഗർ ഉണ്ടെന്ന് അവർ തിരിച്ചറിയുന്നതും. അപ്പോൾ ഇങ്ങനെയുള്ളവരിൽ എന്താണെന്ന് വെച്ചാൽ ഒരു കൺട്രോൾ വിട്ട് പ്രമേഹം പോയി കഴിയുമ്പോൾ തീർച്ചയായിട്ടും അത് വൃക്കകളിനെ ബാധിക്കുകയും കിഡ്നി ഡിസീസസിന് കാരണമാവുകയും ഇത് ഫിൽട്രേഷൻ റേറ്റ് കുറയ്ക്കും. ഗ്ലോമറുലർ ഫിൽട്രേഷൻ റേറ്റ് എന്ന് പറയും, GFR. അതായത് നമ്മുടെ കിഡ്നിയാണ് നമ്മുടെ ശരീരത്തിലുള്ള ജലാംശത്തിൽ ആവശ്യമില്ലാത്ത വേസ്റ്റുകളിനെയൊക്കെ വലിച്ചെടുത്ത് അത് പുറത്തോട്ട് തള്ളുന്നത്. അപ്പോൾ ആ ഫിൽട്രേഷൻ റേറ്റ് കുറഞ്ഞു കഴിയുമ്പോൾ, അല്ലെങ്കിൽ ആ അരിപ്പ പോലുള്ള ആ ബേസ്മെൻറ്റ് മെംബ്രെയിനിൽ എന്തെങ്കിലും ഉള്ളിലെ നെഫ്രോൺസ് എന്ന് പറയുന്ന കിഡ്നിക്കുള്ളിൽ ഒരുപാട് ചെറിയ ചെറിയ യൂണിറ്റുകളുണ്ട് അരിപ്പ പോലെ അരിച്ചെടുക്കാനായിട്ടുള്ളത്. അപ്പോൾ അതിലെന്തെങ്കിലും പ്രശ്നം വരുമ്പോൾ മൂത്രത്തിൽ പതയായിട്ട്, അതായത് പ്രോട്ടീനൂറിയ എന്ന് പറയും, മൂത്രത്തിൽ പതയായിട്ട് കാണപ്പെടുക, ഇങ്ങനത്തെ ഒരു പ്രക്രിയകൾ കണ്ടുവരുന്നുണ്ട്. അപ്പോൾ ഇതിൽ നമ്മൾ കിഡ്നി ഡിസീസ് തുടക്കത്തിൽ തന്നെ നമ്മൾ എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടത്? അതേപോലെ കിഡ്നി ഡിസീസ് വരാതിരിക്കാനായിട്ട്, വൃക്കരോഗം നമുക്ക് വരാൻ പാടില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ എന്തൊക്കെ? അതിലാദ്യമായിട്ട് ശ്രദ്ധിക്കേണ്ടത് പെയിൻ കില്ലേഴ്സ് അമിതമായിട്ട് എടുക്കാണ്ടിരിക്കുക. സ്ഥിരമായിട്ട് പെയിൻ കില്ലേഴ്സ് എടുക്കുന്നവർ ദയവ് ചെയ്ത് അത് ഒഴിവാക്കുക. അതിൻ്റെ ഡോസേജ് ഒരു പ്രോപ്പർ ഡോക്ടറിനെ കണ്ട് മാത്രം എടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഒരു ചെറിയ തോതിൽ പനി വരുമ്പോൾ അപ്പോഴേക്കും തന്നെ പോയിട്ട് ഇഞ്ചക്ഷൻ എടുക്കുക. അങ്ങനെ വരുമ്പോഴും, കാരണം അതിൻ്റെ ഡോസേജ് കൂടുമ്പോഴും, ഈ പെയിൻ കില്ലറിൻ്റെ ഡോസേജ് അറ്റ് എ ടൈമിൽ കൂടുമ്പോഴും ചിലപ്പോൾ 1-2 മാസങ്ങൾക്ക് ശേഷം അത് കിഡ്നീനെ എഫക്റ്റ് ചെയ്ത ചരിത്രവും ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ പരമാവധി പെയിൻ കില്ലേഴ്സിനെ ആശ്രയിക്കാതിരിക്കുക. അതാണ് ആദ്യത്തെ നമ്മൾ ചെയ്യേണ്ട കാര്യം. രണ്ടാമത്, ഡയബറ്റിസ് ഉണ്ടോ, ഷുഗർ ഉണ്ടോ എന്നുള്ളത് നമ്മൾ ഉറപ്പ് വരുത്തേണ്ടിയിരിക്കുന്നു. അത് കൺട്രോളിലാണോ, HbA1c ഗ്ലൈക്കേറ്റഡ് ഹീമോഗ്ലോബിനാണ് ചെക്ക് ചെയ്യേണ്ടത്. പലപ്പോഴും FBS ഫാസ്റ്റിംഗ് ബ്ലഡ് ഷുഗർ മാത്രമാണ് ചെക്ക് ചെയ്യുക. അത് ചെക്ക് ചെയ്തിട്ട് ഡോക്ടറെ തലേദിവസം കഴിച്ച ഭക്ഷണത്തിന് ബേസ് ചെയ്തിട്ടാണത്. അപ്പോൾ പലരും വന്ന് പറയുന്നത്, ഡോക്ടറെ ഫാസ്റ്റിംഗ് ബ്ലഡ് ഷുഗർ നോർമലാണ്, എനിക്ക് 110 ഉള്ളൂ, 120 ഉള്ളൂ, എനിക്ക് നോർമലാണ് ഡോക്ടറെ പറയുന്നത്. ഞാൻ അന്നാലും പറയും ഒരു HbA1c ഒന്നുകൂടെ ഗ്ലൈക്കേറ്റഡ് ഹീമോഗ്ലോബിൻ ചെക്ക് ചെയ്യൂ, 3 മാസത്തെ ആവറേജ്, ചിലപ്പോൾ അത് 8-9 ആയിരിക്കും. അപ്പോൾ അത് ഔട്ട് ഓഫ് കൺട്രോളാണ്. കാരണം അത് 6 എന്നുള്ള ഒരു പോയിന്റിനുള്ളിൽ വന്നു കഴിഞ്ഞാലാണ് പ്രമേഹം ഗുഡ് കൺട്രോളാണ് എന്നുള്ളതിൻ്റെ അർത്ഥം. പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് BP, ബ്ലഡ് പ്രഷർ കൂടുകയാണെന്നുണ്ടെങ്കിലും തീർച്ചയായിട്ടും അതും കിഡ്നീനെ എഫക്റ്റ് ചെയ്യുന്നുണ്ടാവും. അപ്പോൾ BP കൺട്രോളിലാണോ, ഷുഗർ കൺട്രോളിലാണോ, പ്രമേഹം കൺട്രോളിലാണോ എന്നുള്ള കാര്യങ്ങളാണ് അധികം നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. ഒപ്പം നമ്മൾ പെയിൻ കില്ലേഴ്സിനെ അമിതമായിട്ട് ആശ്രയിക്കാതിരിക്കുക. പിന്നെ നമ്മൾ കഴിക്കുന്ന ചില ഭക്ഷണങ്ങൾ എന്തൊക്കെയാണ് കിഡ്നിയുടെ ആരോഗ്യത്തിന് നല്ലത്? ഇനി അതല്ല, ഇപ്പോൾ കിഡ്നി തകരാറിലായി കഴിഞ്ഞു, ഇനി എന്തൊക്കെ ഭക്ഷണങ്ങളാണ് ഞാൻ അവോയ്ഡ് ചെയ്യേണ്ടത്? പിന്നെ അമിതമായിട്ട് ഇടയ്ക്കിടയ്ക്ക് യൂറിനറി ഇൻഫെക്ഷൻ വരിക, അതും ക്രോണിക് കിഡ്നി ഡിസീസസിന്, വൃക്ക രോഗത്തിന് ഒരു കാരണമായി മാറുന്നുണ്ട്. അപ്പോൾ വെള്ളം ഒരു ദിവസം 2 മുതൽ 2.5 ലിറ്റർ വെള്ളം ദേഹത്തിന്, നമ്മുടെ ശരീരത്തിന് ആവശ്യമായിട്ടുള്ള വെള്ളം കുടിക്കാതെ വരുമ്പോൾ തീർച്ചയായിട്ടും അതിൻ്റെ ആ ഒരു യൂറിൻ്റെ നിറം വ്യത്യാസം വരുന്നത് നമുക്ക് തന്നെ കാണാം. ഡാർക്ക് യെല്ലോ കളറിലായിരിക്കും. അപ്പോൾ അങ്ങനെയുള്ളവരിൽ
ഫ്രീക്വൻ്റ് ആയിട്ട് മൂത്രത്തിലെ പഴുപ്പ്, മൂത്രത്തിലെ ഇൻഫെക്ഷൻ അങ്ങനെ അടിക്കടി വരുന്നുണ്ട് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് മൂത്രനാളം വഴി കിഡ്നിയിലോട്ട് അത് എത്താനും ആ ഇൻഫെക്ഷൻ എത്താനും പിന്നീട് അതൊരു ക്രോണിക് കിഡ്നി ഡിസീസസ് ആയിട്ട് വൃക്കരോഗത്തിലോട്ട് നയിക്കാനും കാരണമാവുന്നുണ്ട്. അപ്പോൾ നിങ്ങളുടെ കുടിക്കുന്ന വെള്ളം പ്രോപ്പർ ആണോ എന്നുള്ളത് ശ്രദ്ധിക്കുക. ഈ വെള്ളം കുടിക്കാതാവുമ്പോൾ കിഡ്നി സ്റ്റോണുകളും ഒരുപാട് കാലം നിന്നിട്ട് വെള്ളം കുടിക്കാത്തതുകൊണ്ടാണ് കിഡ്നി സ്റ്റോൺ വരുന്നത്. അത് കാരണവും പിന്നീട് ഇതുപോലെ വൃക്കരോഗങ്ങൾ പലരിലും കണ്ടുവരുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ആദ്യത്തെ ഒരു ലക്ഷണം, തുടക്ക ലക്ഷണം എന്ന് പറയുന്നത് നമ്മൾ പറഞ്ഞ പോലെ മൂത്രത്തിൽ മൂത്രം ഒഴിക്കുന്ന ടൈമിൽ കുറേ നേരം മൂത്രം ഒഴിക്കുന്ന ടൈമിൽ തീർച്ചയായിട്ടും എല്ലാവർക്കും അതൊരു പതഞ്ഞ രീതിക്കാണ് കാണപ്പെടുക. എന്നാൽ ചെറിയ തോതിൽ യൂറിൻ പോകുമ്പോഴും വലിയ ഫോഴ്സ് ഇല്ലാതെ പോകുമ്പോഴും നല്ല പതഞ്ഞിട്ടാണ് കാണുന്നത് എന്നുണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ യൂറിൻ റൂട്ടീൻ എക്സാമിനേഷൻസ് ചെയ്യുന്നത് നല്ലതാണ്. അതേപോലെ തന്നെ റീനൽ ഫങ്ഷൻ ടെസ്റ്റ് RFT എന്ന് പറയുന്നത് ചെയ്തു നോക്കുന്നത് നല്ലതാണ്. അതിൻ്റെ കൂടെ തന്നെ സ്പോട്ട് മൈക്രോ ആൽബുമിനൂറിയ എന്ന് പറയും. അതായത് നമ്മുടെ ശരീരത്തിലെ പോഷകങ്ങൾ, അതായത് അമിതമായിട്ട് പ്രോട്ടീന് യൂറിനിലൂടെ കിഡ്നിയിലൂടെ കടന്നു പോകുന്ന ഒരു കണ്ടീഷൻ. അതുകൊണ്ടാണ് ഈ പത വരുന്നത്. അതേപോലെ സീറം ക്രിയാറ്റിൻ ലെവലും നമ്മൾ ചെക്ക് ചെയ്ത് നോക്കാനായിട്ട് പറയാറുണ്ട്. അപ്പോൾ ക്രിയാറ്റിൻ ലെവൽ കൂടി കണ്ടുവന്നാൽ തന്നെ അതിൻ്റെ അർത്ഥം നമ്മുടെ ശരീരത്തിലെ കിഡ്നി വൃക്കകൾ പ്രോപ്പറായിട്ട് വർക്കാവുന്നില്ല എന്ന് തന്നെയാണ്. അപ്പോൾ അതെപ്പോഴും ഒരു 1.2 ആ ഒരു റേഞ്ചിനുള്ളിലാണ് എന്നുണ്ടെങ്കിൽ നമ്മുടെ കിഡ്നി വളരെ ആരോഗ്യകരമാണ് എന്നതിൻ്റെ ലക്ഷണമാണ്. ഇനി അത് 1.5, 1.7, 2 ആ ഒരു ലെവലിലൊക്കെ ഉണ്ട് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ വൃക്കകൾ തകരാറിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. വേണ്ട വിധം നിങ്ങളുടെ ഷുഗർ കൺട്രോളാക്കി, BP കൺട്രോളാക്കുക. അതേപോലെ തന്നെ എന്താണോ പ്രശ്നം അത് കണ്ടറിഞ്ഞ് അത് ട്രീറ്റ് ചെയ്ത് ഭക്ഷണത്തിലും ചില മാറ്റങ്ങൾ വരുത്തേണ്ടത് വളരെയധികം അത്യാവശ്യമാണ്. അപ്പോൾ അതിൽ തന്നെ നമ്മൾ പറയുകയാണെന്നുണ്ടെങ്കിൽ സ്റ്റോൺ അധികമുള്ളവർ, ഇപ്പോൾ കിഡ്നി സ്റ്റോൺസ്, മൂത്രക്കല്ല് അധികമുള്ളവർ ചീര, പാലുൽപ്പന്നങ്ങൾ അത് പരമാവധി ഒരുപാട് കഴിക്കാതിരിക്കാനായിട്ട് ശ്രദ്ധിക്കുക. അതേപോലെ തന്നെ പ്രോട്ടീൻ അമിതമായിട്ട് യൂറിനിലൂടെ പോകുന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ റെഡ് മീറ്റുകൾ, അതായത് ബീഫ്, മട്ടൺ പരമാവധി റെസ്ട്രിക്റ്റ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. ഇപ്പോൾ നേരത്തെ പറഞ്ഞ കാരണങ്ങളുടെ കൂടെ തന്നെ നമ്മുടെ കിഡ്നീനെ സാരമായിട്ട് ബാധിക്കുന്ന ഒന്നാണ് നമ്മൾ വേ പ്രോട്ടീൻ. അതേപോലെ തന്നെ നമ്മൾ വെയിറ്റ് ലോസ് ചെയ്യാനായിട്ട് പലരും ജിമ്മിന് പോകുന്നവർ പ്രോട്ടീൻ പൗഡർ അമിതമായിട്ട് കലക്കി കൊടുക്കുന്ന ഒരു പ്രകൃതം. പ്രോട്ടീൻ ഓവർലോഡ് ആയാലും നമ്മുടെ വൃക്കകളിനെ അത് സാരമായിട്ട് ബാധിക്കും. കാരണം ഈ പ്രോട്ടീൻ്റെ ഫിൽട്രേഷനൊക്കെ നടക്കുന്നത് ഈ വൃക്കകളിലാണ്. അപ്പോൾ അതിൽ താങ്ങാവുന്നതിനപ്പുറം ലോഡായി കഴിയുമ്പോൾ തീർച്ചയായിട്ടും അത് യൂറിനിലൂടെ പ്രോട്ടീൻ ലോസ് ഉണ്ടാവും. അതും കിഡ്നീനെ ക്രമേണ ബാധിക്കാനായിട്ട് സാധ്യതകൾ കൂടുതലാണ്. അപ്പം വർക്കൗട്ട്സും എക്സസൈസും ചെയ്യുന്നവർ നമ്മുടെ ഡയറ്റിലുള്ള ഭക്ഷണത്തിൽ തന്നെ ഉള്ള പ്രോട്ടീനിനെ അമിതമായിട്ട് ഡിപ്പെൻഡ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. ഒരുപാട് നമ്മുടെ പാക്ക്ഡ് ആയിട്ടുള്ള പ്രോട്ടീൻ പൗഡറുകൾ റെഗുലറായിട്ട് എടുക്കുന്നത് നമ്മുടെ വൃക്കകളിനെ സാരമായിട്ട് ബാധിക്കാനുള്ള സാധ്യതകൾ വളരെയധികം കൂടുതലാണ്. അതേപോലെ BP കൂടുതലുള്ളവർ, ബ്ലഡ് പ്രഷർ കൂടുതലുള്ളവർ നിങ്ങളുടെ ഉപ്പിൻ്റെ അളവ് ദിവസവും 5 ഗ്രാമിന് താഴെയാണോ, നിങ്ങൾ ഈ അച്ചാറ്, പപ്പടം ഇതൊക്കെ കൂട്ടി തന്നെ 5 ഗ്രാമിന് താഴെയാണോ ദിവസവും എടുക്കുന്നത് എന്നുള്ളൊരു കാര്യം കൂടെ ഉറപ്പുവരുത്തുക. അതേപോലെ മൂത്രം ഒഴിക്കാൻ തോന്നുന്ന ടൈമിൽ അത് എപ്പോഴും അടക്കി വെക്കുന്ന പ്രകൃതം ചിലർക്കുണ്ട്. അങ്ങനെ ചെയ്യുന്ന ടൈമിൽ ഫ്രീക്വൻറ്റ് യൂറിൻ ഇൻഫെക്ഷൻ വരാനും അതും ഭാവിയിൽ നിങ്ങളെ വൃക്കരോഗിയാക്കി മാറ്റാനും സാധ്യതയുണ്ട്. അതുകൊണ്ട് മൂത്രം ഒഴിക്കാൻ തോന്നുമ്പോൾ തന്നെ നേച്ചേഴ്സ് കോൾ എന്നാണ് പറയുക, പ്രകൃതിയുടെ വിളിയാണ്. അപ്പോൾ ഓട്ടോമാറ്റിക്കലി മൂത്രം ഒഴിക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഒരുപാട് നേരം പിടിച്ച് വെക്കാതിരിക്കാനായിട്ട് ശ്രദ്ധിക്കുക. കാരണം ബാക്ടീരിയയുടെ വളർച്ച അവിടെ കൂടുകയും മൂത്രത്തിലെ പഴുപ്പും ഇൻഫെക്ഷനും പിന്നീട് അത് കിഡ്നീനെ, മൂത്രനാളം വഴി അതങ്ങനെ കിഡ്നിയിലെ എഫക്റ്റ് ചെയ്യാനുള്ള സാധ്യതകൾ വളരെയധികം കൂടുതലാണ്. നിങ്ങളുടെ കിഡ്നി അല്ലെങ്കിൽ വൃക്കകൾ തകരാറിലാവുന്നു എന്നതിൻ്റെ ആദ്യ ലക്ഷണമായിട്ട് കാണുന്ന ഞാൻ പറഞ്ഞ മൂത്രത്തിൽ ആ ഒരു പതയായിട്ട് അനുഭവപ്പെടുന്നത്. പിന്നെ അമിതമായിട്ട് ക്ഷീണം അനുഭവപ്പെടാം. എത്ര ഉറങ്ങിയിട്ടും ഉറങ്ങാത്തതുപോലെ അമിത ക്ഷീണം. അതിൻ്റെ കൂടെ തന്നെ ഇപ്പോൾ വെയിറ്റ് ലോസ് ഉണ്ട് എന്നുണ്ടെങ്കിൽ അതും ശ്രദ്ധിക്കണം. ഒപ്പം തന്നെ ഉറങ്ങി എണീറ്റതിന് ശേഷം കുറേ നേരത്തിന് കണ്ണിന് ചുറ്റും നീർക്കെട്ട് അനുഭവപ്പെടുക. ഇത് കിഡ്നിയുടെ ഫങ്ഷൻ പ്രോപ്പർ അല്ലാതാവുമ്പോഴാണ് നമ്മുടെ ശരീരത്തിൽ ആ ഒരു വെള്ളം കെട്ടി നിൽക്കുന്ന ഒരു അവസ്ഥ വരുന്നത്. അതുപോലെ മൂത്രത്തിൽ നിറം വ്യത്യാസം, മൂത്രം കടുത്ത മഞ്ഞ നിറത്തിലാണ് പോകുന്നത് എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കിഡ്നി തകരാറിലാണ് എന്നുള്ളതിൻ്റെ ലക്ഷണം തന്നെയാണത്. നമ്മുടെ ശരീരം മൊത്തം, ശരീരത്തിൻ്റെ സ്കിൻ ടോണ് ടോട്ടലായിട്ട് ചേഞ്ച് ആവുക, കറുത്ത നിറമായിട്ടും മാറുക, അത് പെട്ടെന്ന് വന്ന ഒരു ചേഞ്ച് ആയേക്കാം. അതേപോലെ ചൊറിച്ചിൽ അതിൻ്റെ കൂടെ തന്നെ അനുഭവപ്പെടുന്നുണ്ട് എന്നുണ്ടെങ്കിൽ ഇതൊക്കെ കിഡ്നിയുടെ ഫങ്ഷൻ പ്രോപ്പർ അല്ല, നമ്മുടെ വൃക്കകളുടെ ഫങ്ഷൻ പ്രോപ്പർ അല്ല എന്നതിൻ്റെ ലക്ഷണമാണ്.
ഇനി നിങ്ങളൊരു CKD പേഷ്യൻ്റ് ആണെങ്കിൽ, അതായത് ക്രോണിക് കിഡ്നി ഡിസീസ് ആയിട്ടുള്ള വൃക്കരോഗിയായിട്ടുള്ള ഒരു വ്യക്തിയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒഴിവാക്കേണ്ട ചില ഭക്ഷണങ്ങളുണ്ട്. പൊട്ടാസ്യം അധികം അടങ്ങിയിട്ടുള്ള ഭക്ഷണം പരമാവധി ഒഴിവാക്കണം. അതിൽ ആദ്യത്തെ ആളാണ് നേന്ത്രപ്പഴം, പഴം, റോബസ്റ്റ് പഴമായാലും എല്ലാ പഴങ്ങളിലുള്ള ആ ഒരു സെൻട്രലുള്ള കറുപ്പ് നിറത്തിലുള്ളത് അധികം പൊട്ടാസ്യം അടങ്ങിയിട്ടുള്ളതാണ്. അപ്പോൾ പഴങ്ങളിൽ പൊതുവേ നമ്മൾ കഴിക്കുന്ന നേന്ത്രപ്പഴത്തിലൊക്കെ തന്നെ പൊട്ടാസ്യം അധികം അടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് കിഡ്നി രോഗമുള്ളവർ പരമാവധി ഈ പൊട്ടാസ്യം അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങൾ ഒഴിവാക്കാനായിട്ട് ശ്രദ്ധിക്കുക. അതിൽ അടുത്ത ഭക്ഷണമാണ് നമ്മൾ ഇളനീര്. ഇളനീര് യൂഷ്വലി എല്ലാവരും പറയും ഇളനീര് നല്ലതല്ലേ, കുടിക്കാൻ ആരോഗ്യത്തിന് നല്ലതല്ലേ എന്ന് പറയുന്ന കിഡ്നി രോഗമുള്ളവർ ഇളനീര് ഒഴിവാക്കാനായിട്ട് ശ്രദ്ധിക്കുക. അതേപോലെ റെഡ് മീറ്റ് നമ്മൾ പറഞ്ഞ പോലെ ബീഫും മട്ടനും പരമാവധി ഒഴിവാക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഉപ്പിൻ്റെ അളവ് കുറയ്ക്കുക. അമിതമായിട്ട് ഫ്രൈ ചെയ്തത്, ഒരുപാട് എണ്ണയിൽ വറുത്തതും പൊരിച്ചതുമായിട്ടുള്ള ഭക്ഷണം, അതേപോലെ തക്കാളി അതിൻ്റെ ഒരു ഉപയോഗവും കുറയ്ക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഉരുളക്കിഴങ്ങ്, ഇതൊക്കെ പൊട്ടാസ്യം അധികം അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങളാണ്. ഡാർക്ക് ചോക്ലേറ്റ്സ്, ഇതൊക്കെ പരമാവധി കുറയ്ക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഡ്രൈ ഫ്രൂട്ട്സ് എപ്പോഴും എല്ലാവർക്കും നല്ലതാണ്. എന്നാൽ കിഡ്നി അസുഖമുള്ളവർക്ക് ഈ ഒരു ഡ്രൈ ഫ്രൂട്ട്സ് കുറയ്ക്കുന്നതാണ് നല്ലത്. കാരണം അതിലും പൊട്ടാസ്യം അധികം അടങ്ങിയിട്ടുണ്ട്. പിന്നെ നമുക്ക് റെഗുലറായിട്ട് എടുക്കാവുന്ന ഭക്ഷണങ്ങൾ എന്ന് പറയുന്നത് കിഡ്നി രോഗമുള്ളവർക്ക് ആപ്പിൾ എടുക്കാം, അതേപോലെ തന്നെ പപ്പായ, ഇങ്ങനത്തെ ഫ്രൂട്ട്സുകൾ റെഗുലറായിട്ട് എടുക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല. ഇലക്കറികൾ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അത് ചെറിയ തോതിൽ നന്നായി തിളപ്പിച്ചിട്ട് അതിൻ്റെ വെള്ളം ഊറ്റിക്കളഞ്ഞതിന് ശേഷം എടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. കിഡ്നി സ്റ്റോൺസ്, മൂത്രക്കല്ല് ഉള്ളവർ പരമാവധി പാലുൽപ്പന്നങ്ങൾ, ചീര, ഇത് കുറച്ച് എടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. തക്കാളി, അതൊക്കെ വളരെ കുറഞ്ഞ ലെവലിൽ എടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഇനി കിഡ്നിയുടെ ആരോഗ്യം സംരക്ഷിക്കാനായിട്ട് നമ്മൾ ചെയ്യേണ്ട, ദിവസവും ചെയ്തു പോകേണ്ട കാര്യം എന്ന് പറയുന്നത്, ഒന്ന് വെള്ളം ധാരാളമായി കുടിക്കുക എന്നുള്ളത് തന്നെയാണ്. പിന്നെ നമുക്ക് വീട്ടിൽ തന്നെ ചെയ്യാവുന്ന ഒന്നാണ് ഈ ചുരക്ക എന്ന് പറയുന്ന ബോട്ടിൽ ഗോഡ്. അതിൻ്റെ ജ്യൂസ് വളരെയധികം ഇഫക്റ്റീവാണ്. നമ്മുടെ കിഡ്നി ആരോഗ്യകരമായി ഇരിക്കണം എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് റെഗുലറായിട്ട് എടുക്കുക. അതിൻ്റെ കൂടെ തന്നെ ബാർലി വെള്ളവും നമ്മുടെ കിഡ്നിയുടെ ആ ഒരു ഫങ്ഷനിങ് പ്രോപ്പറായിട്ട് വെച്ചിരിക്കാൻ സഹായകരമാവും. ഇനി കിഡ്നി വൃക്ക ഓൾറെഡി ഒരു ക്രോണിക് കിഡ്നി ഡിസീസിലോട്ട് പോകുന്ന ഒരു കണ്ടീഷനാണ് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ചായയും കോഫിയും പരമാവധി ഒഴിവാക്കുക. കാരണം അതിലുള്ള ടാനിൻ കണ്ടൻറ്റും കഫെയിൻ കണ്ടൻറ്റും കിഡ്നിയുടെ ആ ഒരു ഫങ്ഷനിങ്ങിനെ കുറയ്ക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അത് പരമാവധി റെസ്ട്രിക്റ്റ് ചെയ്യുക, ഒഴിവാക്കുക. കിഡ്നിയുടെ ആരോഗ്യം എന്നും കാത്തു സൂക്ഷിക്കണമെന്ന് ആഗ്രഹിക്കുന്നവർ, നിങ്ങൾ ദിവസവും രാവിലെ കുടിക്കുന്ന ചായയ്ക്ക് പകരം മല്ലിയുടെ ആ ഒരു വിത്ത്, കൊറിയാണ്ടർ സീഡ്സ് ഉണ്ടല്ലോ, അത് തിളപ്പിച്ച വെള്ളം റെഗുലറായിട്ട് കുടിക്കുകയാണെന്നുണ്ടെങ്കിൽ അത് നിങ്ങളുടെ വൃക്കയുടെ ആരോഗ്യം കാത്തു സൂക്ഷിക്കാൻ വളരെയധികം ഹെൽപ്ഫുൾ ആവുന്ന ഒന്നാണ്. നിങ്ങൾക്ക് രാത്രി അടിക്കടിക്ക് യൂറിൻ പോകുന്നുണ്ട്, അതേപോലെ മൂത്രത്തിൽ പതയുണ്ട്, അമിതമായിട്ട് പത ഉണ്ടാവുന്നുണ്ട്, ഇടയ്ക്കിടയ്ക്ക് യൂറിനറി ഇൻഫെക്ഷനൊക്കെ വരുന്നുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഷുഗർ ലെവല്, അതേപോലെ BP, അതിൻ്റെ കൂടെ തന്നെ നിങ്ങളുടെ സീറം ക്രിയാറ്റിൻ ലെവലും റീനൽ ഫങ്ഷൻ ടെസ്റ്റും ഒന്നുകൂടെ ചെയ്തിട്ട് ഒന്ന് കൺഫേം ചെയ്യുക. എന്തെങ്കിലും സിവിയർ സ്റ്റേജിൽ എത്തിയിട്ടുണ്ടോ, സ്റ്റാർട്ടിംഗ് സ്റ്റേജ് ആണോ? കാരണം കിഡ്നിയുടെ ഫങ്ഷനിങ് കംപ്ലീറ്റ് 100% നശിച്ചതിന് ശേഷം നമുക്ക് തിരിച്ചെടുക്കുക എന്നുള്ളത് പോസിബിൾ അല്ല. അപ്പോൾ ഡയാലിസിസ് സ്റ്റേജിലൂടെ എത്തുന്നതിന് മുമ്പ് തന്നെ നമുക്ക് അത് കണ്ടുപിടിക്കുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ കിഡ്നിയുടെ ഫങ്ഷനിങ്ങിനെ നമുക്ക് കാത്തു സൂക്ഷിക്കാനായിട്ട് പറ്റും. ഡാമേജ് ഇല്ലാതെ നമുക്ക് നോർമലായിട്ട് തന്നെ ജീവിക്കാനായിട്ട് പറ്റും, ഡയാലിസിസും അതൊന്നും ഇല്ലാതെ. അപ്പോൾ തുടക്കം തന്നെ ഈ ഒരു ഷുഗർ ലെവലും BP ലെവലും ഒക്കെ ചെക്ക് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. 40 കഴിഞ്ഞവർ സ്ഥിരമായിട്ട് എന്തായാലും ഒരു വർഷത്തിൽ ഒരിക്കലെങ്കിലും നിങ്ങളുടെ ക്രിയാറ്റിൻ ലെവലും അതേപോലെ തന്നെ സ്പോട്ട് മൈക്രോ ആൽബുമിനുറിയ ഇതുപോലുള്ള റീനൽ ഫങ്ഷൻ ടെസ്റ്റും പ്രോപ്പറായിട്ട് എടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഞാൻ പറഞ്ഞ പോലെ പൊട്ടാസ്യം അധികം അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങൾ, കിഡ്നി ഫെയിലിയർ ഉള്ളവർ അല്ലെങ്കിൽ കിഡ്നി ഡിസീസ് ഉള്ളവർ പരമാവധി പൊട്ടാസ്യം അധികം അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങൾ ഒഴിവാക്കുക. നല്ല ഹെൽത്തി ആയിട്ടുള്ള ഭക്ഷണങ്ങൾ തന്നെ, പക്ഷേ റെഡ് മീറ്റ്സും ഒഴിവാക്കിയിട്ട് പ്രോട്ടീൻ പരമാവധി നമ്മൾ പ്ലാന്റ് പ്രോട്ടീൻസ്, ചെടികളിൽ നിന്ന് കിട്ടുന്ന, അതുപോലെ മുഴുധാന്യങ്ങളൊക്കെ കൂടുതലായിട്ടും പയറുവർഗ്ഗങ്ങൾ, അതൊക്കെ ചെറിയ തോതിൽ നമുക്ക് ഇൻക്ലൂഡ് ചെയ്യാവുന്നതാണ്. റെഡ് മീറ്റ്സിൽ ഹൈ കണ്ടൻ്റാണ്, അതിൽ പൊട്ടാസ്യം കണ്ടൻ്റ് ആയാലും അതിൽ പ്രോട്ടീന് വളരെയധികം കൂടുതലാണ്. അത് തീർച്ചയായിട്ടും നിങ്ങളുടെ കിഡ്നി ഒന്നുകൂടി വഷളാക്കത്തേ ഉള്ളൂ. അപ്പോൾ കിഡ്നി രോഗങ്ങളെക്കുറിച്ച് നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും സംശയമുണ്ട് എന്നുണ്ടെങ്കിൽ താഴെ തന്നിട്ടുള്ള എൻ്റെ ഈ വാട്സപ്പ് നമ്പറിൽ നിങ്ങൾക്ക് ബന്ധപ്പെടാവുന്നതാണ്. മറ്റൊരു ഹെൽത്ത് ടോപ്പിക്കുമായിട്ട് വീണ്ടും കാണാം. ഇത് നിങ്ങളുടെ ഡോക്ടർ ജുമാന ഹസീൻ AG, ഡോക്ടർ ജുമാനാസ് ഹോമിയോ കെയർ, വള്ളിയോട്, പാലക്കാട്.